ഹലോ. ഹായ്. എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറുനാരങ്ങ അച്ചാർ കാണിക്കാനാണ് വന്ന്. നിമ്പു എന്ന് പറയും. ആ ചെറുനാരങ്ങ അച്ചാറിന് നിങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാരങ്ങയിലെടുത്ത് കഴുകി വൃത്തിയാക്കി 8 കഷ്ണാക്കി മുറിച്ചിട്ട് വെക്കുക. അതിൽ 2 സ്പൂൺ ഉപ്പിടുക. എന്നിട്ട് അതിനെ കുലുക്കി വെക്കുക. അതിന് ശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് എണ്ണ, ഏതെണ്ണ വേണം, കടുകെണ്ണയോ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റേ സൺഫ്ലവറോ എണ്ണ ഒഴിക്കുക. കടുക് ഇടുക, ജീരകം ഇടുക, ഉലുവ ഇടുക. അതൊന്ന് ശരിയായി എന്ന് പറയുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കരുവാമൻ ചപ്പ് എന്തെല്ലാം നിങ്ങൾക്ക് ഇടണ്ട അതെല്ലാം ഇടുക. മുറിച്ച് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും എല്ലാം ഇടുക. എന്നിട്ട് അതിന് വേണ്ടുന്ന ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ഇടുക, കുറച്ച് കായപ്പൊടി ഇടുക. അങ്ങനെ എന്നിട്ട് അത് നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മൂത്ത് നിന്ന് കാണുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് ഒരു ലേശം മഞ്ഞളിൻ്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇടുക. മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇട്ടതിന് ശേഷം അതിനെ നല്ലോണം ഇളക്കി എല്ലാം ശരിയാക്കി അതിന് വേണ്ടുന്ന ഉപ്പും എല്ലാം നോക്കി പിന്നെ ഈ നാരങ്ങ അതൊന്ന് മൂത്ത് നിന്ന് കാണുമ്പോൾ ഒരു ലേശം വിനാഗിരി അതിൽ ഒഴിച്ച് കൊടുക്കുക. അന്നേരം വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഈ നാരങ്ങ 8 കഷ്ണാക്കി വെച്ച് അതിൻ്റെ ഉപ്പിൻ്റെ അകത്തുനിന്ന് ഊറ്റി ഇങ്ങെടുത്തിട്ട് നാരങ്ങയിലിട്ട് കൊടുക്കുക. ആ വെള്ളം വേണമെങ്കിൽ മാത്രം, ഉപ്പില്ലേ നിങ്ങൾക്ക് പിന്നെ ഒഴിച്ചാൽ മതി. അങ്ങനെ എന്നിട്ട് നാരങ്ങ ഇട്ട് നല്ലോണം ഇളക്കി ശരിയാക്കി ഉപ്പും കാര്യവും എല്ലാം നോക്കി എരിവെല്ലാം നോക്കി അങ്ങനെ അത് ചേർത്ത് വെക്കുക. എന്നിട്ട് പിന്നെ അത് നല്ലോണം തണിഞ്ഞതിൻ്റെ ശേഷം ഒരു കുപ്പി എടുക്കുക. നല്ലോണം തണിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളത് കുപ്പിയിലിട്ട് വെക്കുക. അത് കുറേ ദിവസത്തേക്ക് നിൽക്കുകയൊന്നും ആവില്ല. ഇത് കുറേ ഈസിയാണ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കും. പിന്നെ നിങ്ങൾ ഇതെല്ലാം തണിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെയെങ്കിലും ഉപയോഗിക്കാം. ഇനി വേറെ ഒരു വിഷയമായി ഞാൻ വരാം. എല്ലാവർക്കും ബായ്.